Dear students, നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ എക്സസൈസിലുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3 cm, 4 cm and 6 cm. ഡ്രോ 3 ഡിഫറൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ എന്ന ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് ചെയ്തത്. അതിന് ശേഷമുള്ളത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. പേജ് 11ലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ ട്രയാങ്കിൾ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിൻ്റെ മെഷേഴ്സ് എന്താണ്? സൈഡ് എ ബി ഈസ് ഈക്വൽ ടു 7 cm, സൈഡ് എ സി ഈസ് ഈക്വൽ ടു 5 cm ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു സൈഡ്സ് 60 ഡിഗ്രി. ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചുണ്ടാക്കുക. അതിന് ശേഷം എന്തെല്ലാം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. Draw triangles ABP, BCQ and CAR of the same area with measurements given below. 3 ട്രയാങ്കിൾസ് നമ്മൾ വരയ്ക്കണം. ആ 3 ട്രയാങ്കിൾസിനും ഈ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ തന്നെയാണ് ഉണ്ടാവേണ്ടത്. മാത്രമല്ല ചില കണ്ടീഷൻസ് താഴെ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതിൽ അപ്പോൾ ഇത് വരച്ചിട്ട് നമ്മൾ 3 ട്രയാങ്കിൾസ് വരയ്ക്കണം. വെവ്വേറെ വരയ്ക്കാം. അതിൽ ഇനി ഒരു ഫിഗറിൽ തന്നെ വരച്ചാലും കുഴപ്പമില്ല. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തത് ആംഗിൾ BAP ഈസ് ഈക്വൽ ടു 90. അപ്പോൾ ഇവിടെ BA എന്ന സൈഡ് നമുക്ക് കാണാം. അപ്പോൾ ആംഗിൾ BAP എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എയിൽ വന്നിട്ട് ഒന്നുകിൽ ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് എവിടേക്കെങ്കിലും ആയിരിക്കും അടുത്ത സൈഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആംഗിൾ BAP 90 ആവുക എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ വന്ന് ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് 90 മാർക്ക് ചെയ്യണം. ഓക്കെ, മാത്രമല്ല വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ഈ ആദ്യം വരച്ചിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് സെയിം ആണ്. അപ്പോൾ ഇത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുമ്പോൾ ഇതിലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരലൽ ലൈൻ വരച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്, മനസ്സിലാക്കുക. രണ്ടാമത്തത് ആംഗിൾ BCQ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ BCQ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് ആംഗിൾ 60 മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മളൊരു പാരലൽ വരയ്ക്കണം. എന്നിട്ട് ഇവിടുന്ന് BCQ എന്ന ആംഗിൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് വന്ന് പാരലലിനെ ടച്ച് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, മൂന്നാമത്തത് എന്താണ്? ആംഗിൾ ACR ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. AC ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. അപ്പോൾ R എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ഒന്നുകിൽ ഇങ്ങോട്ടായിരിക്കും വരയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും വരയ്ക്കുക. അത് ആംഗിളിൻ്റെ മെഷറിന് അനുസരിച്ച് ആ മൂന്നാമത്തെ ലൈൻ വരും. ഓക്കെ, അതായത് നമ്മൾ ഇനി വരയ്ക്കുന്ന ലൈൻ വരും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം AB ഈസ് ഈക്വൽ ടു 7 cm വരയ്ക്കുന്നു. അപ്പോൾ 0യിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വരച്ച പോലെ തന്നെ 7 cm വരെ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടി. ദാറ്റ് ഈസ് AB എന്ന സൈഡാണ്. അതിൻ്റെ ലെങ്ത്ത് 7 cm തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആംഗിൾ A ആണ് മാർക്ക് ചെയ്യേണ്ടത്. ആംഗിൾ A ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയിൽ വെക്കുന്നു. എയിൽ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 0. 60 ഇവിടെ ഉണ്ടാവും. 60 മാർക്ക് ചെയ്തു. നമ്മളൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ കിട്ടി. ദാറ്റ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. അടുത്തത് ഈ സൈഡ് 5 cm ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5 cm മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് 5 cm എന്ന് കിട്ടി. ഇനി നമ്മൾ ഇത് രണ്ടും തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ റിക്വയർഡ് ട്രയാങ്കിൾ കിട്ടി.
ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ഏതാണ്? BAP 90 ആവുന്ന രീതിയിലുള്ള ഇതേ ഏരിയയിലുള്ള ട്രയാങ്കിളാണ് കിട്ടേണ്ടത്. അപ്പോൾ BAP, അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് 90 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് 90. നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ BAP, അപ്പോൾ ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. P എവിടെ കിട്ടും എന്ന് നമ്മളിനി കണ്ടെത്തണം. അതിന് ഇതേ ഏരിയയിലുള്ള ട്രയാങ്കിളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ABക്ക് പാരലലായിട്ട് ഈ വെർട്ടെക്സിലൂടെ ഒരു ലൈൻ വരയ്ക്കേണ്ടതുണ്ട്. പാരലൽ ലൈൻ എങ്ങനെ വരയ്ക്കാന്നുള്ള കഴിഞ്ഞ നമ്മൾ പഠിച്ചാണ്. ആ രീതിയിൽ നമ്മളിവിടെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. അതിനുശേഷം സ്കെയില് ഇവിടേക്ക് അടുപ്പിച്ച് വെക്കുന്നു. നമ്മൾ മേലോട്ട് കൊണ്ടുപോയി പാരലൽ ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഈ പാരലൽ ലൈൻ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ട് ഇവിടെ മീറ്റ് ചെയ്യിക്കണം. അപ്പോൾ BAP എന്ന് പറഞ്ഞാൽ P എന്ന പോയിൻ്റ് ഇതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ P എന്ന് എഴുതി. ഈ ആ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ BAP എന്ന ട്രയാങ്കിൾ 90 ഡിഗ്രി ആംഗിൾ BAP 90 ആവുന്ന രീതിയിലുള്ള ട്രയാങ്കിളാണ് ട്രയാങ്കിൾ BAP. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ തന്നെ ആയിരിക്കും. ബിക്കോസ് ഇതിന് പാരലലായിട്ടുള്ള ലൈൻ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സും ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സും ആ പാരലൽ ലൈനിലാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് എന്താണ്? BCQ 60 ആവുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് എയും ബിയും ആണെങ്കിൽ ഇത് C ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് C ആണെന്ന് മനസ്സിലാക്കുക. BCQ ബിയിൽ നിന്ന് സിയിലേക്ക് പോയി ഇവിടെയാണ് നമ്മൾ പ്രൊട്രാക്ടർ വെക്കേണ്ടത്. അത് 60 ആവുന്ന രീതിയിൽ വരയ്ക്കണം. അപ്പോൾ ഇതാണ് ബേസ്. ഇതാണ് ബേസ് എങ്കിൽ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ് ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു പാരലൽ ലൈന് വരയ്ക്കണം. അതിലെ പാരലൽ ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സെറ്റ് സ്ക്വയർ ഇവിടെ കൊണ്ടുവെക്കുന്നു. ഈ വെർട്ടെക്സിന് നേരെ താഴെയായിട്ട് ഈ ബേസിൽ നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കുന്നു. അതിനുശേഷം സ്കെയില് ഇവിടെ ചേർത്ത് വെക്കുന്നു. ചേർത്ത് വെച്ചിട്ട് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈൻ കിട്ടും. ഇങ്ങനെ ആ ലൈന് പാരലലായിട്ട് വരയ്ക്കാൻ വേണമെങ്കിൽ നമുക്ക് സ്കെയില് ഇവിടെ ചേർത്ത് വെച്ച് ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ച് സെറ്റ് സ്ക്വയർ എടുത്ത് മാറ്റിയിട്ട് വരയ്ക്കാം. അങ്ങനെയും വരയ്ക്കാം. അപ്പോൾ നമുക്കൊരു പാരലൽ ലൈൻ കിട്ടി. പാരലൽ ടു ദിസ് സൈഡ്. ഓക്കെ, അപ്പോൾ ഇതിന് പാരലലായിട്ട് നമ്മളിപ്പോൾ ഒരു വര ഇവിടെ വരച്ച് കഴിഞ്ഞു. ഇനി ആംഗിൾ BCQ 60 ആവണം. അപ്പോൾ സിയിൽ നമ്മൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുന്നു. BCQ ഇങ്ങനെയാണ് 60 കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ലൈനിൽ 0ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 10, 20, 30, 40, 50, 60. ഇവിടെയാണ് 60. എന്നിട്ട് നമ്മൾ ഈ പോയിന്റിലൂടെ സിയിലൂടെ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ഈ വര എവിടം വരെ എത്തണം? ഈ പാരലൽ ലൈനിൽ വന്ന് മീറ്റ് ചെയ്യണം. ഇവിടെ പാരലൽ ലൈനിൽ മീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ രണ്ട് ലൈൻസിനിടയിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിളാണ് ആംഗിൾ BCQ. ഈസ് മെഷർ ഈസ് ഗിവൺ ടു ബി 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ 60 എഴുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ Q എന്ന പോയിൻറ്റ്. ഈ Q എന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വരയ്ക്കുന്നു. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ BCQ എന്നുള്ള ട്രയാങ്കിൾ കിട്ടി. ആംഗിൾ BCQ എന്നുള്ളത് 60 ഡിഗ്രിയാണ്. അതാണ് നമ്മളോട് രണ്ടാമത് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഏറ്റവും ആദ്യമുള്ള ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് ആംഗിൾ ACR 30 ഡിഗ്രി. അപ്പോൾ ഏറ്റവും ആദ്യമുള്ള ട്രയാങ്കിൾ ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ ABC ആണ്. ഈ ABCയിൽ ACR 30 ഡിഗ്രി ആണോ?
ACR. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കേണ്ടത്, സോറി പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഈ സൈഡ് AC എന്ന സൈഡ് അത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ അതേ ഏരിയ വേണമെങ്കിൽ ഈ ബേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ വെർട്ടെക്സിലൂടെയാണ് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, ഈ വെർട്ടെക്സിലൂടെ പാരലൽ ലൈൻ വരയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് നേരെ താഴെ ഇവിടെ നമ്മൾ സെറ്റ് സ്ക്വയർ കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ഈ സ്കെയിൽ നമ്മൾ ഇതിനോട് ഈ സൈഡിനോട് ചേർത്ത് വെക്കുന്നു. സ്കെയിൽ ചേർത്ത് വെച്ചു. എന്നിട്ട് ഈ സെറ്റ് സ്ക്വയർ മേലോട്ട് നീക്കുന്നു. ഈ പോയിന്റിൽ വരുന്ന രീതിയിൽ നമ്മൾ നീക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നമുക്കൊരു ലൈൻ കിട്ടി. അത് പാരലൽ ലൈനാണ്. പാരലൽ ടു വാട്ട്? AC എന്ന വരയ്ക്ക് പാരലലാണ്. ഇനി ACR 30 ഡിഗ്രി ആണെന്ന് പറയാം. ACR 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുന്നു. ഇങ്ങോട്ട് 30 വരുന്ന രീതിയിലാണ് വെക്കുക. അപ്പോൾ പ്രൊട്രാക്ടർ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നമ്മൾ പ്രൊട്രാക്ടർ കൊണ്ടുവച്ചു. എന്നിട്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് എത്ര ഡിഗ്രി വേണം? 30 ഡിഗ്രി വേണം. അപ്പോൾ 10, 20, 30 ഇതാണ് 30. അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻ്റ് ഇടുന്നു. ഇവിടെ പോയിൻ്റ് ഇട്ടുകൊണ്ട് വരയ്ക്കുകയാണ്. ACR 30. അപ്പോൾ ഇതിങ്ങനെ നീട്ടി വരയ്ക്കണം. കാരണം ഈ പാരലൽ ലൈൻ എന്ത് ചെയ്യണം? ഇനി ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഇതിന് വന്നിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നീട്ടി വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കൂടി നീട്ടി വരയ്ക്കുന്നു. അപ്പോൾ ACR എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ലൈൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. പാരലൽ ലൈന് കുറേ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അത് ഇവിടെ മീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. ആ ബേസിന് പാരലായിട്ട് വരച്ചിരിക്കുന്ന വര ഇതാണ്. നമുക്ക് പുതുതായിട്ട് കിട്ടിയിരിക്കുന്ന ആംഗിൾ ACR എന്ന ആംഗിളാണ്. ആ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ 30 ഡിഗ്രി ACR. അപ്പോൾ ഇതാണ് R എന്ന പോയിൻറ്റ്. ഓക്കെ, ഇതാണ് R എന്ന പോയിൻറ്റ്. അപ്പോൾ ACR. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് വരയ്ക്കണം? സിയിലേക്ക് വരയ്ക്കണം. ആറിൽ നിന്ന് എയിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. ആർ എന്ന പോയിന്റിൽ നിന്ന് എ എന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായ ട്രയാങ്കിൾ കിട്ടി. ഏതാണ് ട്രയാങ്കിൾ? ACR എന്ന ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിലെ ACR എന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഒരൊറ്റ ഫിഗറിൽ തന്നെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. എല്ലാം ഒരു ഫിഗറിൽ വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ആദ്യം വരച്ച ട്രയാങ്കിൾ. ഏതാണ് ട്രയാങ്കിൾ? ABC എന്ന ട്രയാങ്കിൾ. AB എന്ന സൈഡ് 7 സെൻറ്റിമീറ്റർ, AC 5 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 എന്നുള്ള ആ ട്രയാങ്കിൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പ്രാവശ്യവും വരയ്ക്കുക. ആദ്യം ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള ഫിഗർ വരയ്ക്കുക. വീണ്ടും ആദ്യത്തെ ട്രയാങ്കിൾ വരയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3 സെപ്പറേറ്റ് ഫിഗേഴ്സായിട്ടും വരയ്ക്കാം. ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ എല്ലാം കൂടി ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യനാണ്, പേജ് നമ്പർ 11ലുള്ള. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നോക്കാം. Draw a circle and a triangle with one vertex at the center of the circle and the other two on the circle. Draw another triangle of the same area with 3 vertices on the circle. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു ട്രയാങ്കിളും വരയ്ക്കുക. അതിൽ ട്രയാങ്കിളിൻ്റെ 2 വെർട്ടീസസ് സർക്കിളിലായിരിക്കണം, തേർഡ് വെർട്ടെക്സ് സെൻട്രലാവണം. അതിനുശേഷം ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസും അതേ സർക്കിളിൽ തന്നെ വരുന്ന രീതിയിൽ സെയിം ഏരിയയുള്ള, ആദ്യം വരച്ച ട്രയാങ്കിൾ അതേ ഏരിയയുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. അപ്പം അതിന്
ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിൻ്റെ റേഡിയസ് ഒന്നും പറഞ്ഞിട്ടില്ല, എത്രയാണ് റേഡിയസ് വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിലൊരു സർക്കിൾ വരയ്ക്കാവുന്നതാണ്. നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ഇതാണ് ആ സർക്കിൾ. സർക്കിൾ വരച്ചു. ഇനി ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിലെ ഒരു വെർട്ടെക്സ് സെൻറ്ററിലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റർ. നമ്മൾ വെറുതെ ഒരു കോഡ് വരയ്ക്കുന്നു. എന്നിട്ട് ഈ കോഡിൻ്റെ രണ്ട് എൻഡ്സ്, ഈ എൻഡ് സെൻറ്ററുമായി ജോയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിൽ നമ്മൾ പേര് കൊടുക്കുകയാണ് വിചാരിക്കുക. OAB എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, ഇതിന് രണ്ട് വെർട്ടീസസ് എയും ബിയും സർക്കിളിലാണ്. മൂന്നാമത്തെ വെർട്ടെക്സ് എവിടെയാണ്? സെൻറ്ററിലാണ്. ഇനി നമ്മൾ മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിൾ വരയ്ക്കുമ്പം അതിൻ്റെ മൂന്ന് വെർട്ടീസസും സർക്കിളായിരിക്കണം. എന്ന് മാത്രമല്ല, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വലാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആവണമെങ്കിൽ ഈ ബേസിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ ഇതിലെ വരയ്ക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത പോലെ, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ നമ്മൾ പാരലൽ വരയ്ക്കുകയാണ്. സെറ്റ് സ്ക്വയർ വെച്ചു, സ്കെയിൽ ഇതിനോട് അടുപ്പിച്ച് വെച്ചു, സെറ്റ് സ്ക്വയർ മേലോട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്കവിടെ ഒരു പോയിൻ്റ്, അല്ല ആ പോയിന്റിൽ കൂടെ നമുക്കൊരു വര വരയ്ക്കാം. അപ്പോൾ ഇതൊരു പാരലൽ ലൈനാണ്. ആ പാരലൽ ലൈൻ നമുക്ക് മറ്റേ ഭാഗത്തേക്ക് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ലോങ്ങസ്റ്റ് കോഡ് കിട്ടും സർക്കിളിൻ്റെ. ഇത് സെൻറ്ററിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് ഈ കോഡ് ലോങ്ങസ്റ്റ് ആയിരിക്കും, അത് ഡയമീറ്റർ ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് റേഡിയസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും റേഡിയസ്. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ ഡയമീറ്റർ ഈ സൈഡിന് പാരലലാണ്. അതുകൊണ്ട് ഈ ഡയമീറ്ററിൽ എവിടെ നമ്മളൊരു പോയിൻ്റ് എടുത്തിട്ട് എയിലേക്കും ബിയിലേക്കും യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ് സർക്കിളായിരിക്കണം. തേർഡ് വെർട്ടെക്സ് മാത്രമല്ല, മറ്റ് രണ്ട് വെർട്ടീസസും സർക്കിളായിരിക്കണം. മൂന്ന് വെർട്ടീസസും സർക്കിളായിരിക്കും. അപ്പോൾ എയും ബിയും ഓൾറെഡി ആർ ഓൺ ദ സർക്കിൾ. അപ്പോൾ ഇനി മൂന്നാമത്തെ വെർട്ടെക്സ് സർക്കിളാവണമെങ്കിൽ, ഏരിയയും സെയിം ആവണമെങ്കിൽ നമുക്ക് ഈ പോയിൻ്റ് മൂന്നാമത്തെ വെർട്ടെക്സ് ആയിട്ട് എടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ പോയിൻ്റ് മൂന്നാമത്തെ വെർട്ടെക്സ് ആയിട്ട് എടുത്താൽ മതി. ആ രീതിയിലൊരു ട്രയാങ്കിൾ വരച്ചാൽ ഈ പറഞ്ഞ കണ്ടീഷൻസോടുകൂടിയുള്ള ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റിനെ എന്ത് ചെയ്യാം? എയും ബിയുമായി യോജിപ്പിക്കാം. എയുമായി യോജിപ്പിച്ചു, പിന്നെ ബിയുമായി യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ ട്രയാങ്കിൾ കിട്ടി. ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ. അതേപോലെ തന്നെ ഈ പോയിൻറ്റിനെ എയുമായും ബിയുമായി യോജിപ്പിച്ചാലും നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും പ്രത്യേകത എന്താണ്? ആദ്യം വരച്ച അതേ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും. മാത്രമല്ല, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും മൂന്ന് വെർട്ടീസസും സർക്കിളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പോയിൻറ്റിന് പി എന്ന് പേര് കൊടുക്കാം, ഈ പോയിൻറ്റിന് ക്യൂ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ PAB എന്ന ട്രയാങ്കിൾ അല്ലെങ്കിൽ QAB എന്ന ട്രയാങ്കിൾ, ബോത്ത് ദീസ് ട്രയാങ്കിൾസ് ആർ ഹാവിംഗ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ. ഓക്കെ. ആൻഡ് ബോത്ത് ദീസ് ട്രയാങ്കിൾസ് ഹാവ് 3 വെർട്ടീസസ് ഓൺ ദ സർക്കിൾ. അപ്പോൾ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രയാങ്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഒരു വെർട്ടെക്സ് സെൻറ്ററിൽ വരുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. അത് നമ്മൾ ആദ്യം വരച്ചു. പിന്നീട് 3 വെർട്ടീസസും സർക്കിളായിരിക്കണം, എന്നാൽ ആദ്യം വരച്ച ട്രയാങ്കിൾ അത് ഏരിയ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രയാങ്കിൾസ് വരച്ചു. 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങളിപ്പം വരയ്ക്കുക. പക്ഷേ എക്സാമിനേഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എത്ര എണ്ണം വരയ്ക്കാമെന്ന് ചോദിച്ചാലാണ് നമ്മൾ 2 എണ്ണം എന്ന് ആൻസർ പറയുകയും അത് രണ്ടും വരയ്ക്കുകയും ചെയ്യണം. പക്ഷേ ഒന്ന് മാത്രം വരയ്ക്കുന്നതിനെ കുറിച്ചേ പറയുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഒന്ന് വരച്ചാൽ മതി, 2 എണ്ണം വരയ്ക്കണമെന്ന് ഇല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് എന്താണ്? ഹൗ മെനി ഡിഫറെൻറ്റ് നോൺ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. ഇതാണ് ഹൗ മെനി
ഡിഫറെൻറ്റ് നോൺ കോൺഗ്രൻറ്റ് ട്രയാങ്കിൾസ്. ഡിഫറെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് നോൺ കോൺഗ്രൻറ്റ്, കോൺഗ്രൻറ്റ് അല്ലാത്ത, ഈക്വൽ അല്ലാത്ത എന്നർത്ഥം. ട്രയാങ്കിൾസ് ക്യാൻ യു ഡ്രോ വിത്ത് 2 sides 8 cm and 6 cm ആൻഡ് ഏരിയ 12 square centimeters. രണ്ട് സൈഡ്സ് 8 cm 6 cm ആവണം. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ 12 ആണ്. അങ്ങനെയുള്ള എത്ര ട്രയാങ്കിൾസ് നിങ്ങൾക്ക് വരയ്ക്കാം? നിങ്ങൾ വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾസ് കോൺഗ്രൻറ്റ് ആയ ട്രയാങ്കിൾസ് പരിഗണിക്കണമെന്നില്ല. അതായത് ഒരേപോലെയുള്ള തുല്യമായിട്ടുള്ള ഈക്വലായിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയാൽ അത് രണ്ടിനെയും കൂടെ നമ്മൾ ഒന്നായിട്ട് കൗണ്ട് ചെയ്താൽ മതി. ഹൗ മെനി എന്നുള്ള ക്വസ്റ്റ്യൻസിന് എണ്ണം കൊടുക്കണം. അപ്പോൾ എണ്ണം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കോൺഗ്രൻറ്റ് ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ, ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് പകരം ഒന്നായിട്ട് എണ്ണിയാൽ മതി. അതാണ് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഏരിയ 12 ആവണം, രണ്ട് സൈഡ്സ് 8ഉം 6ഉം ആവണം. അങ്ങനെയുള്ള പോസിബിൾ ആയിട്ടുള്ള ട്രയാങ്കിൾസ് വരയ്ക്കുക. അത് എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ വാട്ട് ഇഫ് ദി ഏരിയ ഈസ് ടു ബി 24 square centimeters. ഇതിന് പകരം 12 centimeter സ്ക്വയർസിന് പകരം 24 square centimeters ആണ് ഏരിയ വരുന്നതെങ്കിൽ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് വരച്ച് നോക്കാം. ശരിക്ക് ഹൗ മെനി എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എത്ര വരയ്ക്കാം എന്ന് ചോദിച്ചിട്ടുള്ളൂ. വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് വരയ്ക്കാം. വരച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. ഏരിയ എത്രയാണെന്ന് ആദ്യം തന്നെ പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്, 4th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 4 പേജ് നമ്പർ 12 ആണ് കേട്ടോ. പേജ് 12ലുള്ള 4th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡ്സ് 8ഉം 6ഉം ആയിരിക്കണം, ഏരിയ 12 ആയിരിക്കണം. അപ്പോൾ ഏരിയ കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഹാഫ് BH. ഓക്കെ, ആ ഹാഫ് BH 12 ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ BH എന്നുള്ളത് 12 × 2 ദാറ്റ് ഈസ് 24 ആയിരിക്കും. ഇവിടെ B കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസ്, H കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈറ്റാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ബേസ് ഹൈറ്റും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 12 കിട്ടണം. അങ്ങനെ 12 കിട്ടുമെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 12 cm² ആയിരിക്കും. അപ്പോൾ 24 കിട്ടാൻ ഏതെല്ലാം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ആലോചിക്കാം. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം 24 = 6 × 4 എന്ന് കിട്ടും. അതല്ലെങ്കിൽ 8 × 3 എന്ന് കിട്ടും. അതല്ലെങ്കിൽ 24 × 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒക്കെ ബേസ് എടുത്താൽ, അതായത് ബേസ് 6ഉം ഹൈറ്റ് 4ഉം എടുത്താൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? 12 cm² ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ബേസ് 8 ഹൈറ്റ് 3 ആയിട്ട് എടുക്കാം. അല്ല, നേരെ തിരിച്ചെടുക്കുക. ബേസ് 3 എടുക്കാം, ഹൈറ്റ് 8 ആയിട്ട് എടുക്കാം. അതേപോലെ ഇവിടെ ബേസ് 4 ആയിട്ട് എടുക്കാം, ഹൈറ്റ് 6 ആയിട്ട് എടുക്കാം. ഓക്കെ, അതുപോലെ ഇവിടെ ബേസ് 24ഉം ഹൈറ്റ് 1 ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ബേസ് 1ഉം ഹൈറ്റ് 24 ആയിട്ട് എടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ അത്തരത്തിലുള്ള എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എത്രയായിരിക്കും? 12 cm² ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇത് വരയ്ക്കാം. ബേസ് 6 എടുത്തുകൊണ്ട് ഹൈറ്റ് 4 ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാം. സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്തു. 6 cm ഹൈറ്റ്, 6 cm ബേസ്. ഇനി ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 4 cm. അപ്പോൾ ഹൈറ്റ് 4 cm ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സൈഡ്സ് എത്രയായിരിക്കണം? 8ഉം 6ഉം ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 8ഉം 6ഉം ആയിരിക്കണമെങ്കിൽ ഒരു സൈഡ് 6 എടുത്ത് കൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അല്ലെങ്കിൽ ഒരു സൈഡ് 8 എടുത്തുകൊണ്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ആദ്യം 6 ഒരു സൈഡായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 6 ബേസായിട്ട് വന്നാൽ ഹൈറ്റ് എത്ര വരണം? ഹൈറ്റ് 4 വരണം. അപ്പോൾ ഹൈറ്റ് 4 കിട്ടണമെങ്കിൽ നമ്മൾ ഈ വരയിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എടുത്തുകൊണ്ട്, എവിടെ വേണമെങ്കിലും ഒരു പോയിൻ്റ് എടുക്കാം, ആ പോയിൻ്റ് എടുത്തുകൊണ്ട്
നമ്മൾ അവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇങ്ങനെ പെർപെൻഡിക്കുലർ കിട്ടി. ഇത് 90 ഡിഗ്രി. ഇവിടെ നമ്മൾ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. ബേസ് 6 ആകുമ്പോൾ ഹൈറ്റ് എത്രയാവണം? ഏരിയ 12 ആയി മാറണമെങ്കിൽ ഹൈറ്റ് 4 ആവണം. അപ്പോൾ നമ്മളിവിടെ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഇതാണ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് 4 സെൻറ്റിമീറ്ററായി. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ട് എൻഡിലേക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിൽ ബി 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. കാരണം ഹാഫ് ഇൻറ്റു ബി ഈസ് 6 ഇൻറ്റു ഹൈറ്റ് ഈസ് 4. ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. പക്ഷേ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് എത്രയായിരിക്കണം? ഒന്ന് 6ഉം മറ്റത് 8ഉം ആയിരിക്കണം. അപ്പോൾ 6 ഇവിടെ ഉണ്ട്, അടുത്ത 8 കിട്ടണം. മാത്രമല്ല ഏരിയ എത്രയാവണം? ഇതേ ഏരിയ തന്നെ ആവണം. ഇതേ ഏരിയ തന്നെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബേസിന് പാരലായിട്ട് ഇതിലെ ഒരു വര വരച്ചിട്ട് അതിലെവിടെയെങ്കിലും തേർഡ് വെർട്ടെക്സ് എടുക്കണം. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കുന്നു. സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചു, ഇതിനോട് ചേർത്ത് വെച്ചു, നമ്മളിങ്ങോട്ട് നീക്കി, എന്നിട്ട് നമ്മൾ പാരലൽ ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിന് പാരലായി. ഇനി ഒരു സൈഡ് 6 ആയതുകൊണ്ട് മറ്റേ സൈഡ് 8 ആവണം. 8 ആവണമെങ്കിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് 8 സെൻറ്റിമീറ്റർ മെഷർ എടുക്കുന്നു. ഓക്കെ, 8 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുന്നു. അങ്ങനെ 8 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഈ പോയിന്റിൽ വെക്കുന്നതാണ്. ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ ഈ എൻഡിലുള്ള പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പാരലൽ ലൈനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ പുതിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര തന്നെ ആയിരിക്കും? 12 തന്നെ ആയിരിക്കും. മാത്രമല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് 8 ആയി, മറ്റേ സൈഡ് 6 ആയി, ഏരിയ 12 തന്നെയാവുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടും ജോയിൻ ചെയ്തു. ഈ ലെങ്ത്ത് നമുക്കറിയാം, നമ്മൾ കോമ്പസ് വെച്ച് വരച്ചതാണ്. അത് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒന്ന് 8 സെൻറ്റിമീറ്റർ, മറ്റ് 6 സെൻറ്റിമീറ്റർ. ഏരിയ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ ഈ എൻഡിൽ വെച്ച് ഇങ്ങോട്ട് 8 വരച്ചതുപോലെ തന്നെ ഈ എൻഡിൽ വെച്ചിട്ട് ഇങ്ങോട്ട് 8 വരയ്ക്കാം. അതും നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്താലും ഇതേ ഏരിയയുള്ള ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രയാങ്കിൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തു. നേരത്തെ ഇവിടെ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്, അതിന് പകരം കോമ്പസ് ഈ എൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നു. അങ്ങനെ വരച്ചാൽ ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻഡെക്സ് ആർക്ക് കട്ട് ചെയ്യും. ഈ പോയിന്റിൽ നിന്ന് നേരത്തെ വരച്ച പോലെ തന്നെ ഈ എൻഡിലേക്ക് വരയ്ക്കുന്നു, ഈ എൻഡിലേക്കും വരയ്ക്കുന്നു. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കോമ്പസ് വരച്ചിരിക്കുന്നത്, അല്ല ഇവിടെ കോമ്പസ് വെച്ചിട്ടാണ് ഈ ആർക്ക് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നു. അപ്പോൾ ഒരു സൈഡ് 6, മറ്റേ സൈഡ് 8. എന്നാൽ ആദ്യത്തെ അതേ ട്രയാങ്കിൾ ഏരിയ, അതായത് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾ, ഇപ്പം നമ്മൾ വരച്ച രണ്ട് ട്രയാങ്കിളിൻ്റെയും പ്രത്യേകത എന്താണ്? രണ്ട് സൈഡ്സ് 6ഉം 8ഉമാണ്, ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പക്ഷേ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആയിരിക്കും, ഒരേപോലെയുള്ള ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആയിരിക്കും. കാരണം ഈ രണ്ട് സൈഡ്സ് ഈക്വലാണ്. മാത്രമല്ല ഈ പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഈ തേർഡ് സൈഡും ഒക്കെ ഈക്വലായി വരും. അപ്പോൾ രണ്ടും എന്താവും? ഈക്വൽ ട്രയാങ്കിൾസ് ആയി. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണെങ്കിൽ നമ്മൾ അതിനെ രണ്ടെണ്ണത്തിന് ഒന്നായിട്ട് കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടിയെങ്കിലും ഈ പറയുന്ന പ്രത്യേകതയുള്ള ഒരു ട്രയാങ്കിൾ കിട്ടിയെന്ന് നമുക്ക് പറയാം. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യണം. നിങ്ങളെങ്ങനെ ചെയ്യേണ്ടത്? ഇവിടെ നമ്മളിപ്പോൾ 6 ബേസ് ആയിട്ടാണല്ലോ എടുത്തത്. ഇതിന് പകരം ആദ്യം ഈ ട്രയാങ്കിൾ വരയ്ക്കുക. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ വരയ്ക്കുന്നു.
തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏരിയ എത്രയാവണം? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ബേസ് 6 ആയതുകൊണ്ടാണ് ഹൈറ്റ് എത്ര ആയത്? 4 ആയത്. അടുത്തതിൽ നമ്മൾ ബേസ് 8 എടുക്കും. ബേസ് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുന്നു. ബേസ് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് എത്ര വരണം? ഹൈറ്റ് 3 വരണം. ഓക്കെ, അപ്പോൾ ഹൈറ്റ് 3 ഇവിടെ നിന്ന് ഇങ്ങനെ നേരത്തെ പെർപെൻഡിക്കുലർ വരച്ച പോലെ ആദ്യം 8 സെൻറ്റിമീറ്റർ വരച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എന്നിട്ട് ഇതേപോലെ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറിൽ ഇവിടെ 4 എടുത്തതിന് പകരം നിങ്ങൾ എത്ര എടുക്കുക? 3 എടുക്കുക. എന്നിട്ട് ഇതേപോലെ 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. എന്നിട്ട് ആ പോയിന്റിലൂടെ ഈ വരച്ച പോലെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക? നമുക്കിവിടെ കിട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ഈ വരയിലെ ഇവിടെ പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് ഈ എൻഡിലേക്കും ഈ എൻഡിലേക്കും യോജിപ്പിക്കുക. ഇതിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിനുശേഷം ഈ വരച്ചിരിക്കുന്ന പാരലൽ ലൈനിൽ എടുക്കുന്ന ഏത് തേർഡ് വെർട്ടെക്സിൽ നിന്നും ഈ രണ്ട് എൻഡിലേക്കും യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡ്സ് 8ഉം 6ഉം വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ 8 എടുക്കുമ്പോൾ പിന്നെ എടുക്കേണ്ട സൈഡ് ഏതാണ്? 6 ആണ്. അപ്പോൾ കോമ്പസിൽ 6 എടുക്കുക, മെഷർ 6 എടുക്കുക. എന്നിട്ട് ഈ എൻഡിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, ഇത് ജോയിൻ ചെയ്യുക, ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതാം. ഇവിടെ ഉണ്ടാവുന്ന എത്ര ആയിരിക്കും? 8 ആയിരിക്കും. ഓക്കെ, ഈ ഹൈറ്റ് എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും? 8, 6 എന്നുള്ള രീതിയിലൊരു ട്രയാങ്കിൾ കിട്ടും. അതേപോലെ കോമ്പസ് ഇവിടെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് 6 ആയിരിക്കും, കാരണം ഇവിടെ ബേസ് 8 ആണ്. ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസ് കിട്ടും. പക്ഷേ രണ്ടെണ്ണവും കോൺഗ്രൻ്റ് ആയതുകൊണ്ട്, ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് നമ്മളതിനെ ഒന്നായിട്ട് കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ചിത്രം കൂടെ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രത്യേകതകളുള്ള, അതായത് ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർസ് ഉള്ള, രണ്ട് സൈഡ്സ് 6ഉം 12ഉം ആകുന്ന രീതിയിലുള്ള 4 ട്രയാങ്കിൾസ് കിട്ടും. പക്ഷേ രണ്ടെണ്ണം വീതം കോൺഗ്രൻ്റ് ആണ്. അതുകൊണ്ട് എത്ര എന്നുള്ള ചോദ്യത്തിന് 2 എന്ന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, 24×1. 24×1 നമ്മൾ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ബേസ് 24 എടുക്കണം, ഹൈറ്റ് 1 എടുക്കണം. അപ്പോൾ ഏരിയ 12 ആവും. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡ്സ് ഏതൊക്കെ വരണം? 6ഉം 4ഉം വരണം. അപ്പോൾ ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് 24 ആയിരിക്കും. അപ്പോൾ ബേസ് നമുക്ക് 6 എടുക്കാൻ കഴിയില്ല, 8 എടുക്കാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് ഈ മെഷേഴ്സുള്ള ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ഈ രണ്ട് മെഷേഴ്സുള്ള ട്രയാങ്കിൾ എടുത്തുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര എന്നുള്ള ക്വസ്റ്റ്യന് 2 ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇത് ഞാൻ വരച്ചതുപോലെ തന്നെ മറ്റേത് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ വളരെ ലെങ്തി ആവും എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് ഇതേപോലെ കാര്യങ്ങൾ നോട്ടിൽ എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 4 പേജ് നമ്പർ 12 എന്നൊക്കെയുള്ള രീതിയിൽ എഴുതിയാൽ മതി. കാരണം ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. പഠിക്കുന്ന നേരത്തും അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും വെച്ചുകൊണ്ട് പഠിക്കുക. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം ഇതേപോലെ വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, വേണ്ട രീതിയിലുള്ള ഡ്രോയിങ്സൊക്കെ നടത്തുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള 3 ക്വസ്റ്റ്യൻസാണ് ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഈ ഫിഗർ ശ്രദ്ധിക്കുക, രണ്ടാമത്തത് ഈ സർക്കിളുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, മൂന്നാമത്തത് എന്താണ്? ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്ന, എന്നാൽ രണ്ട് സൈഡ്സ് 6ഉം 8ഉം വരുന്ന രീതിയിൽ ഉള്ള എത്ര നോൺ കോൺക്രീറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാമെന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, the remaining thing we can discuss in the next class. See you next day.